കർണാടകയിലെ തുമക്കുരു ജില്ലയിൽ 50കാരന്റെ മരണത്തിലെ ദുരൂഹതയുടെ ചുരുളഴിച്ച് പോലീസ്. ഹൃദയാഘാതം മൂലം മരിച്ചുവെന്ന് കരുതിയ പരമേഷിന്റേത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് ഒടുവിൽ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണപ്പെട്ട് ഒരു മാസത്തിനു ശേഷം ആ മൃതദേഹം പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ശ്വാസം മുട്ടിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയത്. ഹൗസ് കീപ്പിംഗ് ജീവനക്കാരിയായ ഭാര്യ പി. ആശ പരമേഷിന് ഹൃദയാഘാതം സംഭവിച്ചതാണെന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത്. ജനുവരി 29 രാത്രിയായിരുന്നു സംഭവം. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ബന്ധുക്കൾ മൃതദേഹം സംസ്കരിച്ചിരുന്നു. എന്നാൽ വെറും 20 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 19 ആശ തന്റെ കാമുകനെ, അതായത് പാചകക്കാരനായ ചന്ദ്രപ്പയെ വിവാഹം കഴിച്ചതോടെയാണ് സംശയം ബലപ്പെട്ടത്. പരമേഷിന്റെ മരണം അസ്വാഭാവികമാണെന്നും ശരീരത്തിൽ സംശയാസ്പദമായ പാടുകൾ ഉണ്ടായിരുന്നതായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹോദരിമാർ രംഗത്തെത്തുകയായിരുന്നു. മുൻപ് പരമേഷ് പീഡനത്തിന് ഇരയായിട്ടുണ്ടാകാം എന്ന ആരോപണവും അവർ ഉന്നയിച്ചു. പരമേഷിന്റെ സഹോദരി നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ അനുമതി വാങ്ങുകയും ചെയ്തു. പ്രാദേശിക തഹസിൽദാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് സാമ്പിളുകൾ ശേഖരിച്ചു. സ്വാഭാവികമായുണ്ടായ ഹൃദയാഘാതമല്ലെന്നും ശ്വാസം മുട്ടിച്ചതിനെ തുടർന്നുണ്ടായ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി എന്നാണ് സൂചന. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികളായ ആശയും ചന്ദ്രപ്പയും ചേർന്ന് പരമേഷിനെ കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. പരമേഷ് മദ്യപിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിനു ശേഷം ഇത് ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും ഇവർ നടത്തി. അറസ്റ്റിലായ ഇരു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സഹോദരിമാർക്ക് തോന്നിയ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഇവരെ രണ്ടുപേരെയും കുടുക്കിയിരിക്കുന്നത്. അതേസമയം ഇതൊരു ഹൃദയാഘാതമാണെന്ന് വരുത്തി തീർക്കാൻ ആശ പലവിധത്തിലും ശ്രമിച്ചിരുന്നു. 46 വയസ്സാണ് ആശയ്ക്ക്. അതേസമയം ബന്ധുക്കളോടൊക്കെ ഇത് ഹൃദയാഘാതമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ബന്ധുക്കൾ ഇത് വിശ്വസിച്ച് തന്നെ പിറ്റേ ദിവസം തന്നെ സംസ്കാരം നടത്തുകയായിരുന്നു. എന്നാൽ സഹോദരിമാർക്ക് ഇവർ പെട്ടെന്ന് വിവാഹം കഴിച്ചതിൽ സംശയം തോന്നി. അങ്ങനെയാണ് പിന്നീട് പോലീസിനെ വിവരമറിയിച്ചതും ഇവരെ അറസ്റ്റ് ചെയ്തതും. വ്യക്തമായ ആസൂത്രണത്തിനൊടുവിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആശയുടെ ബന്ധുക്കളെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യും. മൃതദേഹത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു.